നമസ്കാരം. ബി.ജെ.പി അരയും തലയും മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു. പരമ്പരാഗത പ്രചരണ പ്രവർത്തനങ്ങൾക്കൊപ്പം സംസ്ഥാനത്ത് സോഷ്യൽ മീഡിയയിലൂടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോര് കനപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ന്യൂജൻ വോട്ടർമാരെ അടക്കം പാട്ടിലാക്കാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഉൾപ്പെടെ പ്രത്യേക ക്യാമ്പയിൻ നടത്തും. വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. എതിരാളികളുടെ ആരോപണങ്ങളെയും വസ്തുതകളും കണക്കും നിരത്തി പ്രതിരോധിക്കലാണ് ലക്ഷ്യം. പ്രചരണം കൊഴുപ്പിക്കാൻ പ്രൊഫഷണൽ ടീമുകളുടെ സഹായവും തേടുന്നുണ്ട്. എന്നാൽ പടയൊരുക്കത്തിൽ ബി.ജെ.പി ആണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. 20,000 ബൂത്തുകളിൽ സോഷ്യൽ മീഡിയ കൺവീനറെ നിയോഗിച്ചു കഴിഞ്ഞു. നിയോജക മണ്ഡലങ്ങളിൽ 5ഉം ലോക്സഭാ മണ്ഡലങ്ങളിൽ 10ഉം പേരടങ്ങുന്ന ടീമും സജ്ജമാക്കി കഴിഞ്ഞു. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് എന്നിങ്ങനെ 4 സോണുകളിലായി പ്രത്യേക ടീമുമുണ്ട്. ഇവർ സ്റ്റേറ്റ് ടീം തയ്യാറാക്കുന്ന കണ്ടന്റുകൾ പാർട്ടി ഗ്രൂപ്പുകളിലേക്ക് കൈമാറി പ്രചരണം ഉറപ്പാക്കും. മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും പ്രചരിപ്പിക്കും. അതേസമയം ഇക്കുറി തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വമ്പൻ ടെസ്റ്റുകളാണ് ബി.ജെ.പി കാഴ്ചവെക്കുന്നത്. അപ്രതിഷ്ഠിത സ്ഥാനാർത്ഥികളെ ഇറക്കുകയും ഇറങ്ങുമെന്ന് കരുതിയവരെ മാറ്റി മറ്റൊരു പ്ലാൻ തയ്യാറാക്കിയുമാണ് ബി.ജെ.പിയുടെ പോക്ക്. ഇപ്പോൾ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ്. ബി.ജെ.പിയുടെ ദേശീയ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി തലസ്ഥാനത്ത് എത്തിയതായിരുന്നു സുരേന്ദ്രൻ. എന്നാൽ വരും ദിവസങ്ങളിൽ ഇതിലും ഒരു ടെസ്റ്റ് പ്രതീക്ഷിക്കാം. കേരളത്തിലെ 2 മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ എൻ.ഡി.എ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ ലോക്സഭാ മണ്ഡലത്തിലും 3 സ്ഥാനാർത്ഥികളുടെ പട്ടിക പാർട്ടി തയ്യാറാക്കി വരുന്നുണ്ട്. ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ദേശീയ കൗൺസിൽ യോഗം അവസാനിച്ചാലുടൻ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളടങ്ങിയ അന്തിമ പട്ടിക ഡൽഹിയിലേക്ക് കൈമാറുന്നതാണ്. മികച്ച സ്ഥാനാർത്ഥികളെയാണ് എല്ലാ മണ്ഡലങ്ങളിലും പരിഗണിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഏതായാലും മറ്റു പാർട്ടിക്കാരെ ഞെട്ടിക്കുന്ന പ്രവർത്തനമാണ് ബി.ജെ.പി കാഴ്ചവെക്കാൻ പോകുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.